നമ്മുടെ തിരുവിതാംകൂർ പോലെ ദക്ഷിണ കർണാടകയിലെ പ്രമുഖമായൊരു നാട്ടുരാജ്യമായിരുന്ന കൂർഗിൻ്റെ രാജകീയ ചിഹ്നം സംബന്ധിച്ചൊരു കൗതുകമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. തിരുവിതാംകൂറിൻ്റെ ഈ ചിഹ്നം നമുക്ക് സുപരിചിതമാണ്. രാജകീയ ചിഹ്നങ്ങൾ അതാത് നാട്ടുരാജ്യങ്ങൾ അവരുടെ സ്മാരകങ്ങളിലും പതാകകളിലും നാണയങ്ങളിലും അഭിമാനപൂർവ്വം പ്രദർശിപ്പിച്ചിരുന്നു. ഈ കാണുന്നത് സാമൂതിരിയുടെ രാജമുദ്രയാണ്. ടിപ്പു സുൽത്താൻ ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന മുദ്ര ഇതാണ്. ശ്രീരംഗപട്ടണത്ത് ടിപ്പുവിൻ്റെ കമനീയമായ കൊട്ടാരമുണ്ടായിരുന്ന സ്ഥലത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ടിപ്പു കൊല്ലപ്പെടുന്നത് 1799 മെയ് മാസം 4-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് അധികകാലം കഴിയും മുമ്പ് കൊട്ടാരം പൂർണ്ണമായും തകർക്കപ്പെട്ടു. പ്രൗഢഗംഭീരമായി തലയോർത്തി നിന്നിരുന്ന കൊട്ടാരം കണ്ട് ആക്രമിക്കാൻ വന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർ അത്ഭുത സ്തബ്ധരായി നിന്നുപോയതായിട്ടാണ് ചരിത്രം. ഇവിടെ കൊട്ടാരത്തിലേക്ക് പടികൾ കയറിയെത്തുന്ന ഭാഗത്ത് 5 കടുവകളെ കാവലിനായി പരിപാലിച്ചിരുന്നു. അതിലൊരെണ്ണത്തിന് ടിപ്പുവിൻ്റെ മരണാനന്തരം ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് സൂവിലേക്ക് കപ്പൽ മാർഗം കൊണ്ടുപോയിരുന്നു. ടിപ്പുവിൻ്റെ രാജകീയ ചിഹ്നം കടുവയായിരുന്നു. അദ്ദേഹം സിംഹാസനത്തിലും വാളുകളിലും കൊട്ടാരത്തിൻ്റെ ചുമരുകളിലുമൊക്കെ തൻ്റെ ചിഹ്നം പതിപ്പിച്ചിരുന്നു. കടുവകളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യം തന്നെയാണ് ടൈഗർ ഓഫ് മൈസൂർ എന്ന വിശേഷണത്തിന് കാരണം. ചേരന്മാർക്ക് അമ്പും വില്ലും, ചോഴന്മാർക്ക് കടുവ, പാണ്ഡ്യന്മാർക്ക് മത്സ്യം, പല്ലവന്മാർക്ക് കാള എന്നിങ്ങനെയൊക്കെയായിരുന്നു രാജകീയ ചിഹ്നങ്ങൾ. ഈ രാജകീയ ചിഹ്നങ്ങളാവട്ടെ രാജ്യത്തിൻ്റെ പൊതുവായുള്ള സംസ്കാരത്തിലേക്കുള്ള ചൂണ്ടുപലകകൾ കൂടിയാണ്. ശ്രീരംഗപട്ടണത്തെ ടിപ്പു സുൽത്താൻ്റെ തകർക്കപ്പെട്ട കൊട്ടാരത്തിലെ ചുട്ടുപൊള്ളുന്ന ഈ കാഴ്ചകളിൽ നിന്നും നാം പോകുന്നത് കൂർഗ് ഭരിച്ച ഹലേരി രാജവംശത്തിൻ്റെ രാജമുദ്രകളുടെ കഥയിലേക്കാണ്. 1765 ഹൈദരാലി കൂർഗ് ആക്രമിച്ചതിന് ശേഷം 1/4 നൂറ്റാണ്ടോളം പ്രത്യക്ഷമായും പരോക്ഷമായും കൂർഗ് എന്ന നാട്ടുരാജ്യം മൈസൂർ സുൽത്താൻമാരുടെ നിയന്ത്രണത്തിലായിരുന്നു. പിൽക്കാലത്ത് അപ്പാജി രാജ, ലിംഗരാജ ഒന്നാമൻ എന്നിവർ കൂർഗ് ഭരിച്ചത് ഹൈദരാലിയുടെ അനുമതിയോടെയാണ്. നാം ഇനി കാണാൻ പോകുന്നത് കൂർഗ് ഭരിച്ച ഹലേരി രാജവംശത്തിൻ്റെ രാജമുദ്രകളാണ്. താഴെയും മുകളിലുമായി 2 ചിത്രങ്ങൾ. 2 ചിത്രങ്ങൾ തമ്മിൽ നിരവധി വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആനകൾക്ക് പകരം മുകളിലെ ചിത്രത്തിൽ സിംഹങ്ങൾ എങ്ങനെ വന്നു എന്നത് കൗതുകകരമാണ്. തീവ്രമായ നിരാശയെ തുടർന്ന് ഭ്രമാത്മകമായ മനോവ്യാപാരത്തിൻ്റെ അഗാധമായ ആഴക്കയത്തിലേക്ക് പതിച്ചുപോയ വീരരാജേന്ദ്രൻ എന്ന ഈ രാജാവിൻ്റെ ജീവിത സായാഹ്നത്തെ കൂടിയാണ് സിംഹങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ട രാജമുദ്ര പ്രതിനിധീകരിക്കുന്നത്. മടിക്കേരി ആസ്ഥാനമാക്കി കൂർഗ് ഭരിച്ച വീരരാജേന്ദ്രൻ എന്ന രാജാവിൻ്റെ ജീവിതത്തിലെ രാജമുദ്രകളുമായി ബന്ധപ്പെട്ട ഒരു ഏടിലേക്ക് മാത്രമാണ് നമ്മളിവിടെ പോകുന്നത്. തൻ്റെ പിതാവും കൂർഗ് രാജാവുമായ ലിംഗരാജൻ ഒന്നാമൻ മരിക്കുമ്പോൾ വീരരാജേന്ദ്രനും സഹോദരന്മാരും കുട്ടികളായിരുന്നു. അപ്പോൾ കൂർഗ് മൈസൂർ സുൽത്താൻമാരുടെ ഒരു സാമന്തക രാജ്യമായിരുന്നു. ഹൈദരാലി കുട്ടികളെ മടിക്കരി കോട്ടയിൽ തടവിലിട്ടു. പിന്നീട് തടവ് ഗോരരു കോട്ടയിലേക്ക് മാറ്റി. 1782 ഡിസംബർ മാസം 7-ാം തീയതി ഹൈദരാലി അന്തരിച്ചു. ഹൈദരാലിക്ക് ശേഷം മകൻ ടിപ്പു അധികാരമേറ്റപ്പോൾ ഗോരരുവിൽ നിന്നും കുട്ടികളെ പെരിയപട്ടണം കോട്ടയിലേക്ക് കൊണ്ടുവന്ന് തടവിലിട്ടു. നമ്മൾ മട്ടന്നൂർ പട്ടണം വഴി കഥകൾ ഉറങ്ങുന്ന മടിക്കരി കോട്ടയിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ നിന്നും 85 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 1170 മീറ്റർ ഉയരത്തിലുള്ള മടിക്കേരി ഒരു പ്രമുഖ സുഖവാസ കേന്ദ്രം കൂടിയാണ്. കോട്ട, കൊട്ടാരം, രാജാസീറ്റ്, ശവകുടീരങ്ങൾ എന്നിങ്ങനെ ഭൂതകാലവുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്രശേഷിപ്പുകൾ മടിക്കേരിയിലുണ്ട്. ഹൈദരാലിയുടെ മരണശേഷം വീരരാജേന്ദ്രനെയും സഹോദരന്മാരെയും ടിപ്പു പെരിയപട്ടണം കോട്ടയിൽ തടവിലിട്ടതുവരെയാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ടിപ്പു ഒരുക്കിയ അതിശക്തമായ കാവൽ മറികടന്ന് സാഹസികമായി വീരരാജേന്ദ്രൻ തടവ് ചാടി കൂർഗ് വനത്തിൽ അഭയം തേടി. ധീരരായ കൂർഗികൾ പിന്തുണ അർപ്പിച്ച് അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നു. വളരെ പരിമിതമായ സൈനിക ബലവും ആയുധബലവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വീരരാജേന്ദ്രനും കൂട്ടരും ടിപ്പുവിൻ്റെ സൈന്യത്തിനെതിരെ ധീരമായ ആക്രമണങ്ങൾ നടത്തി. ഗറില്ല യുദ്ധമുറകൾ വ്യാപകമായി അരങ്ങേറി. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പത്നി ഉൾപ്പെടെയുള്ളവർ ചില കൊള്ളക്കാരുടെ ആക്രമണങ്ങൾക്കിരയായി വധിക്കപ്പെട്ടു. വീരരാജേന്ദ്രൻ തൻ്റെ ജീവിതത്തിലെ വെല്ലുവിളികൾ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് പ്രജകളെ സംഘടിപ്പിച്ച് മൈസൂർ സുൽത്താൻ്റെ സൈനിക നീക്കങ്ങളെ നേരിട്ടു. തുടർന്ന് ടിപ്പുവിൻ്റെ ചില സേനാവ്യൂഹങ്ങൾക്ക് കൊടകിൽ നിന്ന് തന്നെ പിൻവാങ്ങേണ്ടതായി വന്നു. ടിപ്പുവിനെതിരെയുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരുമായി ഉടമ്പടിയുണ്ടാക്കി സഖ്യം ചേർന്നു. വീരരാജേന്ദ്രന് തൻ്റെ ജീവിതത്തിലെ യുവത്വം നിറഞ്ഞ വലിയൊരു കാലഘട്ടം കൊടുങ്കാട്ടിൽ കഴിയേണ്ടതായി വന്നു. എന്നാൽ ടിപ്പുവിൻ്റെ മരണശേഷം അദ്ദേഹം കൂർഗിൽ എതിരാളികളില്ലാത്ത ഭരണാധികാരിയായി മാറി.
പെരുമ്പാടിയിൽ മാക്കൂട്ടം ചുരംപാത അവസാനിക്കുന്നതിന് അല്പം വിട്ടുമാറി ഒരു മനോഹരമായ തടാകമുണ്ട്. ഇതത്രേ പെരുമ്പാടി തടാകം. നാഗർഹോള റിസർവ് ഫോറസ്റ്റിൽ നിന്നും കാട്ടാനകൾ ഇവിടെ വെള്ളത്തിനായി എത്താറുണ്ട്. മഴക്കാലത്ത് തടാകത്തിൽ ജലനിരപ്പ് ഉയരും. മഞ്ഞുമൂടിയ മലനിരകളെ തഴുകി വരുന്ന കാറ്റേറ്റുകൊണ്ട് ഇവിടെ വിശ്രമിക്കാൻ സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്നു. എഴുതപ്പെടാത്ത നിരവധി ചരിത്ര സംഭവങ്ങൾ ഈ തടാകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ളതായി പറയപ്പെടുന്നു. ഇവിടെ നിന്നും വീരരാജേന്ദ്രൻ്റെ കൊട്ടാരത്തിലേക്ക് 39 കിലോമീറ്ററാണ് ദൂരം. തൻ്റെ രാജവംശത്തിൻ്റെ ആസ്ഥാനമായ മടിക്കരി കോട്ടയിലേക്ക് അധികാരങ്ങളുമായി പ്രവേശിക്കാൻ കഴിയാതെ ടിപ്പുവിൻ്റെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് കൊടും വനങ്ങളാൽ ചുറ്റപ്പെട്ട യവകപ്പാടി എന്ന സ്ഥലത്താണ് വീരരാജേന്ദ്രൻ കഴിഞ്ഞിരുന്നത്. ഇവിടെ വച്ചാണ് 1796 വീരരാജേന്ദ്രൻ പുനർവിവാഹിതനാകുന്നത്. മഹാദേവമ്മ എന്നായിരുന്നു വധുവിൻ്റെ പേര്. കഷ്ടപ്പാടുകളും യാതനകളും നിറഞ്ഞ ജീവിതത്തിൽ ഒരു കുളിർമഴ പോലെയാണ് മഹാദേവമ്മ അദ്ദേഹത്തെ സ്വാധീനിച്ചത്. തീവ്രപ്രണയത്തിൻ്റെ നേർചിത്രമായിരുന്നു അവരുടെ ദാമ്പത്യം. പക്ഷെ പിൽക്കാലത്ത് ടിപ്പുവിൻ്റെ മരണാനന്തരം ബ്രിട്ടീഷുകാരുടെ കൂടെ സഹായത്തോടെ അധികാരങ്ങളുമായി മടിക്കരി രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. 4ാമത്തെ പ്രസവത്തോടെ മഹാദേവമ്മയുടെ ആരോഗ്യനില വഷളായി. ചികിത്സകളും പ്രാർത്ഥനകളും വിഫലമാക്കിക്കൊണ്ട് അവർ മരണമടഞ്ഞു. ശക്തമായ വ്യക്തിത്വത്തിൻ്റെ അവരോഹണത്തിൻ്റെ വിവരണമാണ് പിന്നീട് ചരിത്രത്താളുകൾ നാം കാണുന്നത്. മഹാദേവമ്മ എന്ന പ്രിയപത്നിയുടെ അപ്രതീക്ഷിതമായ മരണം വീരരാജേന്ദ്രനെ മാനസികമായി തകർത്തു കളഞ്ഞു. അദ്ദേഹം കടുത്ത വിഷാദരോഗത്തിന് അടിമയായി. തനിക്ക് പുരുഷസന്തതികൾ ഇല്ലാത്തതിനാൽ രാജ്യത്തിന് ഒരു അനന്തരാവകാശി ഇല്ലാതെയാകും എന്ന ദുഃഖവും അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. മാനസിക വ്യതയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ വലിയ വ്യതിയാനങ്ങൾ വന്നു. പെട്ടെന്ന് ദേഷ്യം വരാൻ തുടങ്ങി. തന്നോട് വിശ്വസ്തതയും കൂറുമുള്ളവരെ പോലും സംശയിച്ചു. സംശയത്തിന് പാത്രമായ പലരും മരണം ഉൾപ്പെടെയുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നു. ക്രൂര സ്വഭാവക്കാരായ ആഫ്രിക്കൻ വംശജരെ തൻ്റെ സുരക്ഷയ്ക്ക് അംഗരക്ഷകരായി നിയമിച്ചു. തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്ന സംശയത്തിൽ സ്വന്തം സഹോദരന്മാരെ തന്നെ വധിച്ചു കളയാൻ ഉത്തരവ് നൽകി. സഹോദരന്മാരിൽ ഒരാളായ അപ്പാജി രാജ വധിക്കപ്പെട്ടു. മറ്റൊരു സഹോദരനായ ലിംഗരാജ തലനാരിഴയ്ക്കാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ അപ്രീതിക്ക് പാത്രമാകുന്ന ആർക്കും ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്ന സ്ഥിതി വന്നതോടെ രാജ്യത്തുടനീളം ഭയം അലയടിച്ചു. അസ്വസ്ഥചിത്തനായി നിദ്രാവിഹീനനായി വീരരാജേന്ദ്രൻ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടിയ മടിക്കരി കോട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആധുനികതയുടെ ദ്രുതതാളത്തിൽ മുന്നോട്ട് കുതിക്കുന്ന വർത്തമാനകാലത്തെ മടിക്കരി നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജാവിനെ നേരിൽ കണ്ട് ചികിത്സ വിധിക്കാൻ കൊട്ടാരം വൈദ്യന്മാർ ഭയപ്പെട്ട ആ ദിനങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര. അങ്ങയുടെ ശരീരത്തിൽ കടന്നുകൂടിയിരിക്കുന്നത് ഒരു നീചശക്തിയാണെന്നും അതിനെ ദേഹത്ത് നൊഴിപ്പിക്കാൻ പ്രാപ്തനായ ഒരു വ്യക്തി ദക്ഷിണ കാനറിയിലുണ്ടെന്നും ആരോ എങ്ങനെയൊക്കെയോ രാജാവിനെ ഒരു തരത്തിൽ പറഞ്ഞു ബോധിപ്പിച്ചു. എന്നാൽ അയാളെ ഉടൻ തന്നെ തൻ്റെ മുന്നിൽ എത്തിക്കുമെന്നായി രാജാവ്. ഒരാളുടെ മരണം കൂടി ഉറപ്പായി എന്ന് കൊട്ടാരം പരിചാരകർ അടക്കം പറഞ്ഞു. പക്ഷെ ആ വ്യക്തിയാവട്ടെ അതിബുദ്ധിമാനും മികച്ച രീതിയിൽ മുഖസ്തുതി പറയാൻ അറിയുന്ന ആളുമായിരുന്നു. രാജാവിനെ ആകാശത്തോളം സ്തുതിക്കുന്നൊരു ഗാനം തയ്യാറാക്കിയിട്ടാണ് അയാൾ മടിക്കരി കൊട്ടാരത്തിലേക്ക് വന്നത്. മൈസൂരിലെ ടിപ്പു സുൽത്താൻ എന്ന കടുവയെ കീഴടക്കിയ കുടകിലെ സിംഹമായിട്ടാണ് ഗാനത്തിൽ രാജാവിനെ വിശേഷിപ്പിച്ചിരുന്നത്. അത് കേട്ട രാജാവ് തൻ്റെ മനോവിഷമങ്ങൾ മുഴുവനും മറന്ന് സംപ്രീതനായി ഗാനത്തിന് പ്രതിഫലമായി സ്വർണ്ണ നാണയങ്ങൾ നിറച്ചൊരു സഞ്ചി മുഖസ്തുതിക്കാരൻ നൽകാൻ കൽപ്പിച്ചു. കൊല്ലപ്പെടുമെന്ന് എല്ലാവരും കരുതിയ ആ വ്യക്തി നിറയെ സമ്പത്തുമായി കൊട്ടാരത്തിൽ നിന്ന് മടങ്ങുന്നത് ആളുകൾ അതിശയത്തോടെ നോക്കി നിന്നു. ടിപ്പു സുൽത്താൻ മൈസൂർ കടുവ എന്നറിയപ്പെട്ടതുപോലെ കുടകിലെ സിംഹമായി അറിയപ്പെടാൻ വീരരാജേന്ദ്രൻ ആഗ്രഹിച്ചിരുന്നതായി അനുമാനിക്കാവുന്നതാണ്. ഉടൻ തന്നെ ഒരു സിംഹത്തെ മടിക്കരി കോട്ടയിൽ എത്തിക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. കുടകിലെ വനങ്ങളിൽ സിംഹമില്ലാത്തതിനാൽ ബോംബെ പ്രൊവിൻസിലെ ഗവർണറായ ജോനാഥൻ ഡങ്കൻ ഒരു സിംഹത്തെ കുടകിലേക്ക് കിട്ടാൻ സഹായിക്കണമെന്ന് രാജാവ് എഴുതി. ബോംബെയിലെ മൃഗശാലയിൽ നിന്നും ഒരു സിംഹത്തെ തരാമെന്നും അതിനെ കൊണ്ടുപോകാൻ ആളെ അയക്കണമെന്നുമായിരുന്നു മറുപടി. സിംഹത്തെ കൊണ്ടുവരാൻ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ രാജാവ് മുംബൈയിലേക്ക് അയച്ചു. അതൊരു ശ്രമകരമായ ദൗത്യമായിരുന്നു. ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ടവർ 1000-ലേറെ കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ച് മുംബൈയിലെത്തി. അവിടെ മൃഗശാലയിൽ ഒരു സിംഹത്തെ അടച്ച കൂട് കാളവണ്ടിയിൽ കയറ്റി മടക്കയാത്ര ആരംഭിച്ചു. പശ്ചിമതീരം വഴി മാസങ്ങൾ തന്നെ അവർ സഞ്ചരിച്ചു. മെയ് മാസത്തിൻ്റെ ഒടുവിൽ സംഘം കാവേരി നദിയുടെ തീരത്തുള്ള ബത്തേരി എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അപ്പോഴേക്കും ദീർഘയാത്രയും അപരിചിതമായ കാലാവസ്ഥയും കൊണ്ട് സിംഹം ആകെ വലഞ്ഞിരുന്നു. സംഘം കാവേരി നദി മുറിച്ചു കടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി കനത്ത മഴ പെയ്യാൻ ആരംഭിച്ചു. മഴയിൽ നനഞ്ഞു കുളിക്കുക കൂടി ചെയ്തതോടെ സിംഹത്തിൻ്റെ ആരോഗ്യനില വഷളായി. അത് ഭക്ഷണം കഴിക്കാതെ കിടപ്പായി. അധികം വൈകാതെ സിംഹം ചത്തു.
അവിടെ നിന്നും വളരെ കുറച്ച് ദൂരം മാത്രമേ മടിക്കരി കോട്ടയിലേക്ക് ബാക്കി സഞ്ചരിക്കാൻ ദൂരമുണ്ടായിരുന്നുള്ളൂ. സിംഹത്തെ കൊണ്ടുവരാൻ പോയ സംഘാംഗങ്ങൾ ഭയന്നു വിറച്ചു. സിംഹത്തിൻ്റെ ജഡവുമായി അവർ എങ്ങനെയൊക്കെയോ ഇവിടെ ഈ കോട്ടയിൽ എത്തിച്ചേർന്നു. വാർത്ത രാജാവിനെ അറിയിച്ച ശേഷം ശിക്ഷ വാങ്ങാനായി മുഖം കുനിച്ചു നിന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ വിഷയത്തിൽ വീരരാജേന്ദ്ര രാജാവ് തത്വചിന്താപരമായാണ് പ്രതികരിച്ചത്. അദ്ദേഹം ശ്രമകരമായ ദൗത്യത്തിലേർപ്പെട്ട തൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ആശ്വസിപ്പിച്ചു. ചത്ത സിംഹത്തെ കൊട്ടാരത്തിൽ സ്റ്റഫ് ചെയ്ത് വയ്ക്കാൻ നിർദ്ദേശം നൽകി. ഭ്രമാത്മകമായ മാനസിക വ്യാപാരങ്ങളിലൂടെ ഓരോ സമയത്തും ഓരോ തരത്തിൽ സഞ്ചരിക്കുന്ന അദ്ദേഹം ആരുടെയോ ഭാഗ്യം കൊണ്ട് അപ്പോൾ നല്ല മൂഡിലായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. കൊടക് രാജവംശത്തിൻ്റെ ചിഹ്നം പിൽക്കാലത്ത് സിംഹങ്ങളായി മാറാനിടയായത് ഈ സംഭവമാണ്. 1809 ഡിസംബർ 9 വിഭ്രമാത്മകമായ മനോനിലയിൽ കഴിയവേ തന്നെ അദ്ദേഹം അന്തരിച്ചു. നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് വേദിയായ മടിക്കരി കൊട്ടാരത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തൻ്റെ പൂർവികർക്ക് നഷ്ടമായ രാജ്യവും കൊട്ടാരവും തിരികെ നേടിയിട്ടും അതുവരെ അനുഭവിച്ച ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അറുതി വന്നിട്ടും ജീവിതത്തിൽ മനസുഖവും സമാധാനവും ലഭിക്കാതെ കാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞുപോയ വീരരാജേന്ദ്രൻ എന്ന രാജാവിൻ്റെ ചുടുനിശ്വാസങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴുമുണ്ട്. നിലവിൽ മടിക്കരി കൊട്ടാരത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുകയാണ്. പ്രതീക്ഷിത ചെലവ് 10 കോടി രൂപയ്ക്ക് മുകളിൽ വരും. കൊട്ടാരത്തിനുള്ളിലേക്ക് സന്ദർശകരെ അനുവദിക്കുന്നില്ല. 1806 വീരരാജേന്ദ്രൻ കൊടകിൻ്റെ രാജകീയ ചിഹ്നത്തിൽ മാറ്റം വരുത്താൻ ഉത്തരവ് നൽകുന്നത്. കൊട്ടാരത്തിൻ്റെ ചുമരിൽ മെയിൻ്റനൻസ് വർക്കിൻ്റെ ഭാഗമായി രാജവംശത്തിൻ്റെ 2 മുദ്രകളും വരക്കുന്ന പ്രവൃത്തി പൂർത്തിയായി വരുന്നു. ഇടതുഭാഗത്ത് നാം കാണുന്നത് ആനകൾ ഉൾപ്പെട്ട പഴയ ചിഹ്നമാണ്. വലതുഭാഗത്ത് സിംഹങ്ങൾ ഉൾപ്പെട്ട പുതിയ ചിത്രത്തിൻ്റെ പണി പൂർത്തിയായി വരികയാണ്. പെയിൻറ് പെട്ടി ഇതിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. കൂർഗ് രാജവംശത്തിൻ്റെ ഈ 2 രാജകീയ ചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളൊരു കാലഘട്ടം തീർത്തും നിസ്സംഗതയോടെ നിൽക്കുകയാണ്.